ഒരു വനത്തിനുള്ളിൽ ഏറ്റവും ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത് നേരെ നിൽക്കുന്ന വൃക്ഷത്തെ തന്നെയായിരിക്കും. വളഞ്ഞു പുളഞ്ഞവയും മുള്ളും മുരടുമായവയും ആരുടെയും കണ്ണിൽ പെടാതെ പോകുന്നു. ഇതുതന്നെയല്ലേ ഇവിടെ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്നത്. നിവർന്നു നിൽക്കുവാൻ ഒരാളുണ്ടെന്ന് കണ്ടാൽ പിന്നെ അയാളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, വെട്ടിമാറ്റാം. ഇതല്ലേ ഒന്നിനും കൊള്ളുകേരാത്ത മുള്ളും മുരടുമായ വളഞ്ഞു പുളഞ്ഞതുമായ സമൂഹത്തിലെ മനുഷ്യമരങ്ങളും ചിന്തിക്കുന്നത്. അവർക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെ കരിവാരിത്തേക്കാം എന്ന ഒറ്റ വിചാരമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രം അവർ അവരുടെ സമയവും ജീവിതവും ചിലവഴിക്കുന്നു. അതാണ് അവരുടെ ഏക ആഹ്ലാദത്തിൻ്റെ ഉറവിടം. ആ നേരെ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ തണലാണ് ആശ്രയം. ആ തണലിലാണ് ജീവിക്കുന്നത് ഇതെല്ലാം എന്നതുപോലും മറന്നുകൊണ്ടാണ് അത്തരക്കാർ പ്രവർത്തിക്കുന്നതെന്നതും നാം കാണേണ്ടതുണ്ട്. പക്ഷേ ആ വൻമരമായത് ഒരു ദിവസം കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.